Hi dear students, let's talk history. So നമ്മൾ ഇന്ന് അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ വേൾഡിന്റെ എക്സാം എഴുതാൻ പോവുകയാണ് അല്ലേ. എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിച്ചിട്ട് പോകാം. എന്താണ് നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരു 4 വർഷമായിട്ട് സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു 3-4 എണ്ണമെങ്കിലും വന്നിരിക്കും. അത് ഇതിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു കുറച്ച് ആൻസേഴ്സ് നമുക്ക് പഠിച്ചിട്ട് പോകാം. ഷോർട്ടായിട്ട് തന്നെ അത് പഠിച്ചിട്ട് പോകാം. ഇത് നിർബന്ധമായിട്ട് നിങ്ങളിത് കണ്ടിട്ട് തന്നെ പോകണം. ഇത് വിട്ട് കളയരുത്. കാരണം നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് 10 എണ്ണം ഉണ്ട് അല്ലേ. ഈ 10 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിയാൽ തന്നെ നമുക്ക് പാസ് ആവാനുള്ള മാർക്കായി. അതുകൊണ്ട് ആരും ഇത് വിട്ട് കളയരുത്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടിട്ട് പോവുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? നാറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇറ്റ് ഈസ് എ മിലിറ്ററി അലയൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 4th, 1949. 1949 ഏപ്രിൽ 4 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് ആണ് നാറ്റോ എന്ന് പറയുന്നത്. ഈ നാറ്റോ നമ്മൾ കോൾഡ് വാർ പഠിച്ചപ്പോൾ പഠിച്ചതാണ് അല്ലേ. നാറ്റോയും അതുപോലെ തന്നെ വേറെ ഒരു ട്രീറ്റിയും കൂടെ ആയിരുന്നു. കോൾഡ് വാറിന്റെ 2 ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ. വിത്ത് ദ സൈനിങ് ഓഫ് ദ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഇൻ വാഷിംഗ്ടൺ DC. വാഷിംഗ്ടൺ DC വെച്ചിട്ടാണ് ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയിൽ ഒപ്പുവെക്കുന്നത്. ഫൗണ്ടിങ് മെമ്പേഴ്സ്, ആദ്യത്തെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബെൽജിയം, കാനഡ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ഐസ്ലാൻഡ്, ലക്സംബർഗ്, UK, USA. ഇത്രയും പേരാണ് നമ്മുടെ നാറ്റോയുടെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. മേജർ ഒബ്ജക്റ്റീവ്സ്, നാറ്റോയുടെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കളക്റ്റീവ് ഡിഫൻസ്. നാറ്റോസ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് കളക്റ്റീവ് ഡിഫൻസ് അഗൈൻസ്റ്റ് പൊട്ടൻഷ്യൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് നേരിടുന്ന ഏരിയകൾ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള കളക്റ്റീവ് ഡിഫൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. നാറ്റോ ഓൾസോ എൻഗേജസ് ഇൻ ക്രൈസിസ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റെബിലൈസേഷൻ എഫേർട്സ് ഇൻ വേരിയസ് റീജിയൻസ്. പല റീജിയൻസിൽ എന്താണ്? സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്താണ് ഈ ക്രൈസിസ് നേരിടുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. തേർഡ് വൺ കോപ്പറേറ്റീവ് സെക്യൂരിറ്റി. ഓക്കെ, ഇത്രയുമാണ് നാറ്റോയെ കുറിച്ച് പറയുമ്പോൾ. നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാടൊന്നും എഴുതണ്ട. അതിൻ്റെ ഫുൾ ഫോം എഴുതുക, അത് ഏത് വർഷമാണ് തുടങ്ങിയത്, എവിടെയാണ് തുടങ്ങിയത്, ആരൊക്കെയാണ് അതിലെ മെമ്പർ കൺട്രീസ് എന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് 2 മാർക്കിനുള്ള ആൻസർ ആയി. ദെൻ നെക്സ്റ്റ് വൺ ആണ് സെൻറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. CN, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് എ മിലിറ്ററി അലയൻസ്. രണ്ടും മിലിറ്ററി അലയൻസുകൾ തന്നെയാണ്. ഫോംഡ് ഇൻ 1955 ബൈ തുർക്കി, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ് ആൻഡ് ദ യുണൈറ്റഡ് കിങ്ഡം. ഇത്രയും രാജ്യങ്ങൾ, 5 രാജ്യങ്ങൾ കൂടിയിട്ടാണ് ഈ സെൻറ്റോ എന്ന മിലിറ്ററി അലയൻസ് ഫോം ചെയ്യുന്നത്. ദ അലയൻസ് വാസ് ക്രിയേറ്റഡ് ടു കൗണ്ടർ ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിസം ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ടു പ്രൊവൈഡ് എ കളക്റ്റീവ് ഡിഫൻസ് എഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ സോവിയറ്റ് അഗ്രഷൻസ്. മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു വന്നിട്ടുള്ള കമ്മ്യൂണിസത്തെ കൗണ്ടർ ചെയ്യുക, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ എതിരെ എന്ത് ചെയ്യുക? ഡിഫൻസ്, കളക്റ്റീവായിട്ട് ഒരു ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സെൻറ്റോയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മിലിറ്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു, ദെൻ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് സെൻറ്റോയുടെ ഓർഗൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് സെൻറ്റോയുടെ കാര്യത്തിൽ നമുക്ക് പഠിക്കുക. നെക്സ്റ്റ് മാർഷൽ പ്ലാൻ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? കോൾഡ് വാർ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ മാർഷൽ പ്ലാൻ ഒഫീഷ്യലി നോൺ ആസ് ദ യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം. ഇത് എന്തെന്നും കൂടി അറിയപ്പെടുന്നുണ്ട്? യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം എന്നും അറിയപ്പെടുന്നു. ഇറ്റ് വാസ് എ US പ്രോഗ്രാം ടു ഹെൽപ്പ് റീബിൽഡ് യൂറോപ്യൻ എക്കണോമീസ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ എക്കണോമീസിന് എന്ത് ചെയ്യുക? റീബിൽഡ് ചെയ്യാൻ വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി US സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത്? മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെയിംഡ് ആഫ്റ്റർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ജോർജ് മാർഷൽ. എന്താണ് ഇത് നെയിം ചെയ്ത ആരാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു, അന്നത്തെ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ജോർജ് മാർഷലിന്റെ പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്, മാർഷൽ പ്ലാൻ എന്നത്. കോമ്പണൻസ്, ഇതിന്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, എക്കണോമിക് റീഫോംസ് കൊണ്ടുവരിക, ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യുക? കോള്, സ്റ്റീല്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റുകൾ കൊടുക്കുക. ഇത്രയുമാണ് മാർഷൽ പ്ലാനിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കുവാനുള്ളത്.
നെക്സ്റ്റ് വൺ ആണ്, നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബോർബൺ ഡൈനാസ്റ്റി. ബോർബൺ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബോർബൺ ഡൈനാസ്റ്റി? It was a royal house that ruled France from 1589 to 1792. എന്താണ് ഇതൊരു ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു റോയൽ ഹൗസ് ആണ്, രാജകുടുംബമാണ്. 1589 മുതൽ 1792 വരെയാണ് ഇവരുടെ ഭരണം എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ഫ്രം 1814 to 1830. അതിനുശേഷം പിന്നീട് 1814 മുതൽ 1830 വരെയും അവർ ഭരിക്കുകയുണ്ടായി. ആസ് വെൽ ആസ് സ്പെയിൻ ഫ്രം 1700 to 1808. എന്താണ് സ്പെയിനിൽ 1700 മുതൽ 1808 വരെയും ഭരിക്കേണ്ടായി. ഫ്രാൻസിൽ 1589 മുതൽ 1792 വരെയും പിന്നീട് 1814 മുതൽ 1830 വരെയും ഭരിച്ചു. സ്പെയിനിൽ എങ്ങനെയാണ് 1700 മുതൽ 1808 വരെയും. നേപ്പാൾസ് ആൻഡ് സിസിലി ഫ്രം 1734 to 1806. ഓക്കെ, ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണ്? ദ ബോർബൺ ഡൈനാസ്റ്റി ഒറിജിൻഡ് ഇൻ ദ 13th century വിത്ത് ദ മാരേജ് ഓഫ് റോബർട്ട് കൗണ്ട് ഓഫ് ക്ലെർമോണ്ട് ടു ബെട്രൈസ് ഓഫ് ബർഗണ്ടി, ഹയേഴ്സ് ഓഫ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ബോർബൺ. റൈസ് ഓഫ് പവർ, ഇതിന്റെ പവർ എങ്ങനെയാണ് റൈസ് ചെയ്തത്? ദ ബോർബൺ റോസ് ടു പവർ ഇൻ ഫ്രാൻസ് വിത്ത് ദ അക്സഷൻ ഓഫ് ഹെൻറി ഫോർത്ത് എ ബോർബൺ ടു ദ ഫ്രഞ്ച് ത്രോൺ ഇൻ 1589. ഇതിൽ പ്രധാനമായിട്ട് ഈ ബോർബൺ ഡൈനാസ്റ്റിയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട റൂളേഴ്സ് അല്ലെങ്കിൽ മൊണാർക്കുകൾ എന്ന് പറയുന്നത് ഹെൻറി ഫോർത്ത്, ദെൻ ലൂയിസ് ഫിഫ്ത്ത്, ദെൻ ലൂയിസ് സിക്സ്ത്. ഓക്കെ, ലൂയിസ് 5-ാമൻ, ലൂയിസ് 15-ാമൻ, ലൂയിസ് 16-ാമൻ, ദെൻ ഹെൻറി 4-ാമൻ. ഇവരെ കുറിച്ചാണ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പെരിസ്ട്രോയിക്ക അല്ലേ. പെരിസ്ട്രോയിക്കയെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ കോൾഡ് വാറിന്റെ ടൈമിൽ പഠിച്ചിട്ടുണ്ട്. പെരിസ്ട്രോയിക്ക വാസ് എ സിഗ്നിഫിക്കൻറ്റ് റീഫോം പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സോവിയറ്റ് ലീഡർ മിഖായേൽ ഗോർബച്ചേവ് ഇൻ ദ ലേറ്റ് 1980. 1980-കളിൽ മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റീഫോം ആണ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ദ ടേം പെരിസ്ട്രോയിക്ക ഈസ് എ റഷ്യൻ ഫോർ റിസ്ട്രക്ടറിങ് ഓർ റെക്കഗ്നൈസേഷൻ. ഓക്കെ, ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് റെക്കഗ്നൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മാവോസേതുങ് ഐഡിയോളജി എന്താണ്? മാവോസേതുങ്സ് ഐഡിയോളജി നോൺ ആസ് മാവോയിസം, അതാണ് മാവോയിസം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ യുണീക് ബ്ലെൻഡ് ഓഫ് മാർക്സിസ്റ്റ് ലെനിനിസം അഡാപ്റ്റഡ് ടു ദ ചൈനീസ് കോണ്ടെക്സ്റ്റ്. ചൈനീസ് കോണ്ടെക്സ്റ്റിലേക്ക് മാർക്സിസത്തിന്റെയും ലെനിനിസത്തിന്റെയും ഒരു ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ചൈനീസ് കോണ്ടെക്സ്റ്റിലേക്ക് അഡാപ്റ്റ് ചെയ്തതിനെയാണ് ഈ മാവോയിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ഇറ്റ്സ് കോർ മാവോയിസം എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂസ് റെവല്യൂഷൻ ആൻഡ് ദ നീഡ് ഫോർ എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ടു കോൺസ്റ്റന്റ്ലി സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ബ്യൂറോക്രസീസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് എലമെന്റ്സ്. ക്യാപിറ്റലിസ്റ്റ് എലമെന്റ്സിനെതിരെയും ബ്യൂറോക്രസികൾക്കെതിരെയുമുള്ള സോഷ്യലിസ്റ്റ് സൊസൈറ്റിയുടെ റെവല്യൂഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള റെവല്യൂഷൻ ആണ് മാവോയിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ബ്ലാക്ക് തേഴ്സ്ഡേ. ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് തേഴ്സ്ഡേ റെഫേഴ്സ് ടു October 24, 1929. 1929 October 24 ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് വിളിക്കപ്പെടുന്നത്. An important day in the history of the United States, making the beginning of the stock market crash that led to the Great Depression. യുഎസിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് തകരുവാൻ തുടക്കമിട്ട ദിവസമാണ് October 24, 1929. അന്നാണ് യുഎസിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുകയും ഗ്രേറ്റ് ഡിപ്രഷൻ തുടങ്ങുകയും ചെയ്യുന്നത്. അതിനെയാണ് ബ്ലാക്ക് തേഴ്സ്ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1773 ഡിസംബർ 16 അമേരിക്കൻ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വളർന്നു വന്നിട്ടുള്ളതാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനയിൽ നിന്നുള്ള നമ്മുടെ തേയില അവിടെ വിൽക്കുവാൻ
തീരുമാനിച്ചു. അവരുടെ ഒരു ടാക്സ് സിസ്റ്റത്തിലൂടെ ടാക്സ് വിത്തൗട്ട് പേയിങ് ടാക്സ്, ഒരു ടാക്സും അമേരിക്കക്കാരുടെ ടാക്സുകളൊന്നും പേ ചെയ്യാതെ ഇവര് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ തേയില വിൽക്കുവാൻ തീരുമാനിച്ചു. അതിനെതിരെ നേറ്റീവ് അമേരിക്കൻസ് സ്റ്റാർട്ട് ചെയ്ത സ്ട്രഗിളാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു, ഇവിടുന്ന് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഷിപ്മെന്റിൽ നിറച്ചുണ്ടായിരുന്ന ഈ ടീ എന്ത് ചെയ്തു, അല്ലെങ്കിൽ തേയില അവര് തകർക്കുകയുണ്ടായി. ഓക്കെ, ഇതിനെയാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹൂ വാസ് ഹോ ചി മിൻ. ഹോ ചി മിൻ ആരായിരുന്നു എന്ന്. 1890 മുതൽ 1969 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഹി വാസ് എ വിയറ്റ്നാമീസ് റെവല്യൂഷണറി ആൻഡ് statesman who played a key role in the fight for Vietnamese independence from French colonial rule and later against the United States during the Vietnam War. എന്താണ്, വിയറ്റ്നാമീസ് റെവല്യൂഷണറി ആൻഡ് സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം. വിയറ്റ്നാമീസ് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫ്രഞ്ചിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കൊളോണിയൽ, അതിനുശേഷം എന്താണ്, വിയറ്റ്നാം വാറിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ദെൻ അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് UN ജനറൽ അസംബ്ലി. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതിന്റെ ജനറൽ അസംബ്ലി ഉണ്ട്. ജനറൽ അസംബ്ലിയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് പോളിസി മേക്കിംഗ് ആൻഡ് റെക്കമെൻഡേഷൻസ്, ബഡ്ജറ്റ് അപ്രൂവൽ, appointment powers, creating subsidiary organs, consideration of reports, special session, collective measures for peace, equal representation. ഇത്രയുമാണ് നമ്മുടെ UN ജനറൽ അസംബ്ലിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് തിയറി ഓഫ് ആര്യൻ സുപ്രീമസി. തിയറി ഓഫ് ആര്യൻ സുപ്രീമസി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വാസ് എ pseudo scientific and racist ideology that emerged in the 19th and 20th centuries. 19ാം 20ാം നൂറ്റാണ്ടുകൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു റേസിസ്റ്റ് ഐഡിയോളജിയാണ് ആര്യൻ സുപ്രീമസി എന്ന് പറയുന്നത്. പ്രൈമർലി ഇൻ യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. ആദ്യം യൂറോപ്പിലും പിന്നീട് നോർത്ത് അമേരിക്കയിലേക്കുമാണ് ഇത് വ്യാപിച്ചത്. ദിസ് ഐഡിയോളജി posited the Aryan race, which was vaguely defined as comprising people of European descent, particularly those from northern and western Europe, was superior to all other races. എന്താണ്, ഈ നമ്മുടെ നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഡീസെന്റ് യൂറോപ്യൻ പീപ്പിൾസ് ഉണ്ട് അല്ലേ, അവരാണ് എന്താ എല്ലാ റേസുകളെക്കാരും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് എന്നാണ്. സുപ്രീമസി ഉള്ളത് അവർക്കാണ്, ഈ ആര്യൻസിനാണ് ഉള്ളതെന്നാണ് ഈ ആര്യൻ സുപ്രീമസി എന്നുകൊണ്ട്, തിയറി ഓഫ് ആര്യൻ സുപ്രീമസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ആൻസേഴ്സ് പഠിച്ചിട്ട് തന്നെ പോവുക. ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണമെങ്കിലും എന്തായാലും വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ എനിക്ക് കുറച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക.